ഹലോ ഡിയർ സ്റ്റുഡൻസ്, കൊമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിലെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന ചാപ്റ്ററിൻ്റെ 6ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 5 പാർട്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഇഷ്യൂ ഓഫ് ഡിബഞ്ചറിൻ്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ ക്യാഷ് എന്ന ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് ഡിബഞ്ചേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ ക്യാഷ്, റിസീവ്ഡ് ഇൻ ലംസം ആൻഡ് റിസീവ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്, ഇത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് നമുക്കറിയാം. ഇഷ്യൂ ചെയ്ത ഡിബഞ്ചേഴ്സിനേക്കാൾ കൂടുതൽ അത് വാങ്ങാൻ വില്ലിംഗ് ആയിട്ട് അപ്ലൈ ചെയ്ത ആ സിറ്റുവേഷനെയാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിബഞ്ചേഴ്സ് ആർ സെഡ് ടു ബി ഓവർ സബ്സ്ക്രൈബ്ഡ് വെൻ ദ നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് അപ്ലൈഡ് ഫോർ ഈസ് മോർ ദാൻ ദി നമ്പർ ഓഫ് ഓഫേർഡ് ഫോർ ഇഷ്യൂ. അപ്പോൾ നമ്മൾ എത്ര ഡിബഞ്ചറാണോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അതിനേക്കാൾ കൂടുതൽ അപ്ലിക്കൻസ് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്പേഴ്സ് ഡിബഞ്ചറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെന്ത് പറയാം? ഡിബഞ്ചർ ഓവർ സബ്സ്ക്രിപ്ഷൻ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് 20,000 ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തത്. പക്ഷേ അതിൻ്റെ അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തത് 25,000 അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കെന്ത് പറയാം? ഡിബഞ്ചർ ഓവർ സബ്സ്ക്രിപ്ഷൻ ആണെന്ന് പറയാം. ഒരിക്കലും ഒരു കമ്പനിക്ക് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്തിട്ടുള്ള ഡിബഞ്ചേഴ്സിനേക്കാൾ കൂടുതൽ ഡിബഞ്ചേഴ്സ് അലോട്ട് ചെയ്യാൻ പറ്റില്ല. എ കമ്പനി കനോട്ട് അലോട്ട് മോർ ഡിബഞ്ചേഴ്സ് ദാൻ ഓഫേർഡ് ഫോർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ എത്രയാണോ ഇഷ്യൂ ചെയ്തത് അത്ര മാത്രമേ പബ്ലിക്കിന് അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് 3 ചോയ്സ് ആണുള്ളത്. ദർ ആർ ദ 3 ആൾട്ടർനേറ്റീവ്സ് ആർ അവൈലബിൾ ടു ഡീൽ വിത്ത് ദി സിറ്റുവേഷൻ. അപ്പോൾ ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് 3 ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ആക്സെപ്റ്റ് സം അപ്ലിക്കൻസ് ഇൻ ഫുൾ ആൻഡ് ടോട്ടലി റിജക്റ്റ് ദി അതേഴ്സ്. കുറച്ച് അപ്ലിക്കൻസ് ആക്സെപ്റ്റ് ചെയ്യുക, ബാക്കിയുള്ളത് ടോട്ടലായിട്ട് റിജക്റ്റ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 20,000 ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ 25,000 ഡിബഞ്ചറിൻ്റെ അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 20,000 അപ്ലിക്കൻസ് ഫുള്ളായിട്ടും ആക്സെപ്റ്റ് ചെയ്യുക, എക്സസ് ആയിട്ടുള്ള 5 ഫുള്ളായിട്ട് റിജക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 20,000 ആണ് ഇഷ്യൂ ചെയ്തത്, 20,000 ആക്സെപ്റ്റ് ചെയ്തു, ബാക്കി വരുന്ന എക്സസ് ആയിട്ട് കിട്ടിയ 5,000 ഫുള്ളായിട്ടും റിജക്റ്റ് ചെയ്തു. ഇനി രണ്ടാമത്തെ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്ക് പ്രൊറാട്ട ഡിസ്ട്രിബ്യൂഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊപ്പോർഷനേറ്റായിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം 20,000 ഡിബഞ്ചേഴ്സ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, ബട്ട് അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തിട്ട് 25,000 ആണ് അല്ലേ, 25,000 അപ്ലിക്കേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുന്നു? പ്രൊപ്പോർഷനായിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. എന്നുവെച്ചാൽ 5 എണ്ണം അപ്ലൈ ചെയ്തവർക്ക് 4 എണ്ണം എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. 5 ഡിബഞ്ചറിന് അപ്ലൈ ചെയ്തവർക്ക് 4 ഡിബഞ്ചർ കൊടുക്കുന്നു. അങ്ങനെ ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അലോട്ട് ചെയ്യുന്ന ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡാണ് പ്രൊറാട്ട ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ കോമ്പിനേഷൻ ഓഫ് ദി എബോവ് 2 ആൾട്ടർനേറ്റീവ്സ്. ഈ രണ്ടിൻ്റെയും കോമ്പിനേഷൻ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കമ്പനിക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകും. ക്വസ്റ്റ്യൻ ഇതാണ്: ആനന്ദ് ലിമിറ്റഡ് ഇഷ്യൂഡ് 30,000 12% ഡിബഞ്ചർ ഓഫ് 100 ഈച്ച് ടു ദി പബ്ലിക് വിച്ച് ആർ പേയബിൾ ആസ് ഫോളോസ്: ₹20 per on application, 40 per on allotment, 40 per share on first and final call. ഓക്കെ, അപ്പോൾ 20 അപ്ലിക്കേഷൻസ്, 40 അലോട്ട്മെൻറ്റ്, 40 ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, 30,000 ഡിബഞ്ചറാണ് ആനന്ദ് ലിമിറ്റഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഡിബഞ്ചറിൻ്റെ അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തിട്ടുള്ളത് 46,000 ഡിബഞ്ചേഴ്സിൻ്റെ അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇഷ്യൂ ചെയ്തതിനേക്കാൾ കൂടുതൽ അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുക? ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ ഓവർ സബ്സ്ക്രിപ്ഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ 46,000 ഷെയർസ് എങ്ങനെയാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്? 20,000 അപ്ലിക്കൻസിന് ഫുള്ളായിട്ടും കൊടുത്തു.
ഓക്കെ, അപ്പോൾ 20,000 ഡിബഞ്ചർ അപ്ലൈ ചെയ്തവർക്ക് അവർക്കത് ഫുള്ളായിട്ടും എന്ത് ചെയ്തു കൊടുത്തു. ഇനി ഡിബഞ്ചേഴ്സ് അപ്ലിക്കേഷൻ ഫോർ 25,000 ഡിബഞ്ചേഴ്സിന് 25,000 ഡിബഞ്ചേഴ്സ് അപ്ലൈ ചെയ്തവർക്ക് അവർ അപ്ലൈ ചെയ്തതിൻ്റെ 40% അല്ലേ, ഒരു പ്രൊപ്പോർഷനായിട്ടായിട്ട് കൊടുത്തു. അവർ എത്രയാണോ അപ്ലൈ ചെയ്തത്, ഓരോരുത്തരും എത്രയാണോ അപ്ലൈ ചെയ്തത് അതിൻ്റെ 40%. അപ്പോൾ 25,000 ഡിബഞ്ചേഴ്സിൻ്റെ 40% അതെന്ത് ചെയ്തു, പ്രൊറാട്ട അലോട്ട്മെൻറ്റ് വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ അലോട്ട് ചെയ്ത് കൊടുത്തു. ഇനി അപ്ലിക്കൻസ് ഫോർ 1,000 ഡിബഞ്ചേഴ്സ് നിൽ 1,000 മുഴുവനായിട്ട് എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നോക്കാം, 20,000 എന്ത് ചെയ്തു, ഫുള്ളായിട്ട് കൊടുത്തു. ഇവിടെ 25,000 അവർക്ക് 40% അല്ലേ, 40%. പിന്നെ 1000 ഡിബഞ്ചർ അപ്ലിക്കൻസിന് അവർക്ക് എന്ത് ചെയ്തില്ല, ഒഴിവാക്കി, അവർക്കൊന്നും തന്നെ കൊടുത്തില്ല. അപ്പോൾ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയായി 46,000 ആയി. ഓക്കെ, പിന്നെ പറഞ്ഞത് അലോട്ട്മെൻറ്റ് ആൻഡ് കോൾ മണി വർ ഫുള്ളി റിസീവ്ഡ്, പാസ് നെസസറി ജേർണൽ എൻട്രീസ് ഇൻ ദി ബുക്ക് ഓഫ് ദി കമ്പനി. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇവിടെ എന്താണ്, ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, ഓവർ സബ്സ്ക്രിപ്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ അപ്ലിക്കേഷൻസ് ആദ്യം റിസീവ് ചെയ്യും. അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ മണി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇത് ഓവർ സബ്സ്ക്രിപ്ഷൻ ആണോ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണോ എന്നുള്ളത്, അല്ലേ. അപ്പോൾ ആദ്യം ഡിബഞ്ചർ അപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുന്നു. എൻട്രി എന്താ വരിക, ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അപ്ലിക്കേഷൻ. ഓക്കെ, 9,20,000. എങ്ങനെയാണ് 9,20,000 വന്നത്, 46,000 ഇൻറ്റു 20. ഓക്കെ, അപ്പോൾ 9,20,000. ക്ലിയർ അല്ലേ. അടുത്ത ജേർണൽ എൻട്രി നോക്കുക. അടുത്ത ജേർണൽ എൻട്രി എന്നുള്ളത് നമ്മൾ ഈ റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ ജേർണൽ എൻട്രിയാണ് നോക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ റിജക്റ്റ് ചെയ്തു, അവർക്കൊന്നും തന്നെ അലോട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് അവരെ റിജക്റ്റ് ചെയ്തു. അപ്പോൾ റിജക്റ്റ് ചെയ്യുമ്പോൾ അവർ തന്ന ക്യാഷ് എന്ത് ചെയ്യുന്നു, തിരിച്ചു കൊടുക്കുന്നു, അല്ലേ. അപ്പോൾ ഡിബഞ്ചർ അപ്ലിക്കേഷൻ മണിയായിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നു. ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ബാങ്ക്. എത്ര വരിക, 20,000. എങ്ങനെ 20,000 വന്നത്, 1000 ഡിബഞ്ചേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, തിരിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഡിബഞ്ചർ അപ്ലിക്കേഷനിൽ 20,000 തിരിച്ചു കൊടുത്തു. ഓക്കെ, ഇനി ശരിക്കും ഡിബഞ്ചർ അപ്ലിക്കേഷൻസ് എത്ര ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, 30,000 ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. പക്ഷേ 46,000 എക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലേ. ടോട്ടൽ 46,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 30,000 ഡിബഞ്ചർ അപ്ലിക്കേഷൻ മണിയാണ് നമ്മൾ ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഡിബഞ്ചർ അപ്ലിക്കേഷൻ മണി ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി എന്താ വരിക, ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഡിബഞ്ചർ അക്കൗണ്ട്. എമൗണ്ട് എത്ര വന്നത്, 6 lakh. എങ്ങനെ 6 lakh വന്നത്, 30,000 ഇൻറ്റു 20, അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് അപ്ലിക്കേഷൻ മണിയായിട്ട് കിട്ടിയിട്ടുള്ളത് 9,20,000. ഈ 9,20,000 നിന്ന് 20,000 എന്ത് ചെയ്തു, റിജക്റ്റ് ചെയ്തു. അപ്പോൾ ബാക്കി എത്ര ഉണ്ട്, 9 lakh ഉണ്ട്. ഈ 9 lakh നിന്ന് 6 lakh ഡിബഞ്ചർ അപ്ലിക്കേഷൻ മണിയാണ്. ഈ ഡിബഞ്ചർ അപ്ലിക്കേഷന് എന്തിലേക്ക് കൊടുത്തു, ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇനി അവിടെ എത്ര ഉണ്ട്, 3 lakh അവിടെ കെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ആ 3 lakh നമ്മൾ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അലോട്ട്മെൻറ്റ് മണിയുടെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ചെയ്തു. ഇനി അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആവുകയാണ്. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആകുമ്പോൾ എൻട്രി എന്താ വരിക, അലോട്ട്മെൻറ്റ് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. അലോട്ട്മെൻറ്റ് മണി എത്രയാണ്, 30 രൂപ വെച്ചിട്ടാണ്, അല്ല 40 ആണ്, അല്ലേ. 40 ഇൻറ്റു 30,000, 12 lakh. അപ്പോൾ 12 lakh എന്ത് ചെയ്തു, അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രി എഴുതി ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ടു ഡിബഞ്ചർ അക്കൗണ്ട്. ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി ഈ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന എൻട്രിയാണ് എഴുതുക. അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഡിബഞ്ചർ അപ്ലിക്കേഷന് നമുക്ക് കിട്ടിയിട്ടുള്ളത് എത്രയാണ്, 9,20,000. അതിൽ 1,000 ഷെയർസ് അഥവാ 20,000 എന്ത് ചെയ്തു, ഫുള്ളായിട്ട് റിജക്റ്റ് ചെയ്തു. പിന്നെ 25,000 ഡിബഞ്ചർ അപ്ലൈ ചെയ്തവർക്ക് 40% എന്ത് ചെയ്യുന്നു, പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ്.
അല്ലേ? അപ്പോൾ ഈ 25,000-ൻ്റെ 40% എന്ന് പറയുമ്പോൾ എത്ര വരും? 10,000. ഓക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഡിബഞ്ചർ അപ്ലിക്കൻസിന് 20,000 ഡിബഞ്ചർ അപ്ലൈ ചെയ്തവർക്ക് ഫുള്ളായിട്ടും കൊടുത്തു. പിന്നെ 25,000 ഡിബഞ്ചർ അപ്ലിക്കൻസിന് എത്ര കൊടുക്കുന്നത്? 40% എന്ന് വെച്ച് കഴിഞ്ഞാൽ 25,000-ൻ്റെ 40% എന്നാൽ 10,000. ഓക്കെ. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? 20 അപ്ലിക്കൻസിന് ഫുള്ളായിട്ട് കൊടുത്തു. പിന്നെ പ്രൊറാട്ട അലോട്ട്മെൻറ്റ് വഴി 10,000 കൊടുത്തു. അപ്പോൾ 30,000 ആയില്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ എക്സസ് ആയിട്ട് കിട്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ മണി, ആ അപ്ലിക്കേഷൻ മണി നമ്മൾ എന്ത് ചെയ്യുന്നു? അലോട്ട്മെൻറ്റിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. പ്രൊറാട്ട ഡിസ്ട്രിബ്യൂഷൻ വഴി അഡ്ജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എൻട്രി എന്ത് വരാം? ഡിബഞ്ചർ അപ്ലിക്കേഷൻ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് എമൗണ്ട് എത്ര വരാം? 3 lakh. ഓക്കെ, 3 lakh ആണുള്ളത്. അത് നമ്മൾ ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് കൂടെ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഡിബഞ്ചർ അലോട്ട്മെൻറ്റിലേക്ക് ഇപ്പോൾ എത്ര? 3 lakh നമ്മൾ കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലിക്കേഷനിൽ നിന്നും അലോട്ട്മെൻറ്റിലേക്ക് 9,20,000 അപ്ലിക്കേഷൻ മണിയായിട്ട് കിട്ടിയത്, അതിൽ 6 lakh ഡിബഞ്ചർ അക്കൗണ്ടിലേക്ക് അപ്ലിക്കേഷൻ മണിയായിട്ട് കൊടുത്തു. 20,000 റിജക്റ്റ് ചെയ്തു. ബാക്കി വരുന്ന 3 lakh പ്രൊറാട്ട ഡിസ്ട്രിബ്യൂഷൻ വഴി അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ശരിക്കും നമുക്ക് അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ആയിട്ടുള്ളത് 12 lakh ആണ്. അതിൽ 3 lakh അപ്ലിക്കേഷനിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്തു. ബാക്കി എത്ര ഉണ്ട്? 9 lakh ആണുള്ളത്. അതാണ് പിന്നെ റിസീവ് ചെയ്യുള്ളൂ. അപ്പോൾ 9 lakh ആണ് ഈ അലോട്ട്മെൻറ്റ് മണി റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരെ എത്രയാണ്? 9 lakh ആണ് അല്ലേ? അപ്പോൾ 9 lakh ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് എമൗണ്ട് 9 lakh. ഓക്കെ. പിന്നീട് നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി ഡ്യൂ ആകുന്നു. അപ്പോൾ അത് സാധാരണ എൻട്രി തന്നെയാണ്. ഡിബഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ അക്കൗണ്ട് 12 lakh. എങ്ങനെ 12 lakh വന്നത്? 30,000 ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി 40 ആണ്. ഓക്കെ. അപ്പോൾ 30,000 × 40 12 lakh. ദെൻ ആ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ മണി റിസീവ് ചെയ്യുമ്പോൾ എൻട്രി ബാങ്ക് അക്കൗണ്ട് അപ് ടു ഡിബഞ്ചർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ അക്കൗണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊരു ചെറിയൊരു ടോപ്പിക്കാണ്, പ്രൊറാട്ട ഡിസ്ട്രിബ്യൂഷന്. അതേപോലെ ഉള്ള എല്ലാതും കൂടിയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന ടോപ്പിക്കാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സി നെക്സ്റ്റ് ക്ലാസ്.